തോമസ് കോ എഡ്യൂക്കേഷൻ്റെ മറ്റൊരു ഇംഗ്ലീഷ് സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തെറ്റ് പറ്റാത്തതായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല. നമ്മൾ തെറ്റുപറ്റി എന്ത് പറയും? നമ്മൾ ക്ഷമിക്കണമെന്ന് പറയും. നമുക്ക് പല വിധത്തിൽ നമ്മളിപ്പോൾ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചു, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ ആരെങ്കിലും വേദനിപ്പിച്ചു, അതിനുശേഷം നമുക്ക് മനസ്സിൽ വിഷമം തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് ക്ഷമിക്കണമെന്ന് പറയും. നമുക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ക്ഷമിക്കണമെന്നുള്ളത്. ഇംഗ്ലീഷിൽ നമ്മൾ സോറി എന്ന് പറയും. നമുക്ക് പല വിധത്തിൽ നമുക്ക് ഒരാളോട് ക്ഷമിക്കണം എന്ന് പറയാൻ സാധിക്കും. നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാം. ഐ എം റിയലി സോറി ഫോർ വാട്ട് ഐ സെഡ് ടു യു. ഇപ്പം നമ്മൾ ഒരാളോട് എന്തെങ്കിലും പറഞ്ഞു, നമ്മൾ വിഷമം തോന്നി എന്തെങ്കിലും അങ്ങ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ ചിന്തിച്ചു, പറഞ്ഞത് വളരെ മോശമായിപ്പോയി. അത് നമുക്ക് എങ്ങനെ പറയാം? ഐ എം റിയലി സോറി ഫോർ വാട്ട് ഐ സെഡ് ടു യു. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരാളെ വേദനിപ്പിച്ചു, നമ്മുടെ പ്രവൃത്തി, നമ്മൾ ഇന്നലെ ചെയ്തൊരു പ്രവൃത്തി മറ്റൊരാളെ വേദനിപ്പിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? ഐ ഡീപ്ലി റിഗ്രറ്റ് മൈ ആക്ഷൻസ് യെസ്റ്റർഡേ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം പറയാൻ പറ്റും, എന്നോട് ക്ഷമിക്കണം, എൻ്റെ ക്ഷമ സ്വീകരിക്കണം, ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്ലീസ് അക്സെപ്റ്റ് മൈ സിൻസിയറസ്റ്റ് അപ്പോളജി. സിൻസിയറസ്റ്റ്, ഏറ്റവും സിൻസിയറായിട്ടുള്ള എൻ്റെ അപ്പോളജി സ്വീകരിക്കണം എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ ചെയ്ത പ്രവൃത്തി, എന്തെങ്കിലും പ്രവൃത്തി ഞാൻ ചെയ്തു, അത് നിങ്ങളെ വേദനിപ്പിച്ചു, അത് എന്നോട് ക്ഷമിക്കണം എന്ന് പറയും. ഐ എം സോ സോറി ഫോർ വാട്ട് ഐ ഡിഡ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയുകയാണ്, ഞാൻ ശരിക്കും നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല, അതല്ലെങ്കിൽ പറഞ്ഞതല്ല എന്ന് നമ്മളെങ്ങനെ പറയും? ഐ ഡിഡ്ന്റ് മീൻ ടു ഹർട്ട് യു ആൻഡ് ഐ എം റിയലി സോറി അബൌട്ട് ഇറ്റ്. ഞാൻ നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് ഓർത്ത് ചെയ്തതല്ല, എന്നോട് ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. അതല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട്, എൻ്റെ മിസ്റ്റേക്സ്, ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി, ഞാൻ സോറി, എന്നോട് ക്ഷമിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് മലയാളത്തിൽ. അതെങ്ങനെയാണ് പറഞ്ഞത്? ഐ റിയലൈസ് മൈ മിസ്റ്റേക്സ് നൗ ആൻഡ് ഐ എം റിയലി സോറി, പ്ലീസ് ഫോർഗീവ് മീ. ഇന്നിപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നു, നമ്മൾ ഒരാളോട് ക്ഷമ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞു, ഓക്കെ, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ വിട്ട് കളഞ്ഞത്, പ്രശ്നമില്ല എന്ന് നമ്മൾ പറയാറില്ലേ മലയാളത്തിൽ? അത് വിഷയമില്ല, അത് വിട്ടേരെ എന്ന് പറയാറില്ലേ? അപ്പം നമ്മൾക്കത് എങ്ങനെ പറയാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ദാറ്റ്സ് ക്വൈറ്റ് ഓൾ റൈറ്റ്, ഐ ഫോർഗീവ് യു. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അത് ഓക്കെ, അത് പ്രശ്നമില്ല. നോ നീഡ് ടു അപ്പോളജൈസ്, ലെറ്റ്സ് ഫോർഗെറ്റ് ഇറ്റ്. നീ ക്ഷമയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഞാൻ വിട്ട് കളഞ്ഞു, നമുക്ക് മറക്കാം എന്ന് പറയാം. ഡോണ്ട് വറി, ദാറ്റ്സ് ഓക്കെ. നീ അത് മാത്രം കാര്യമായിട്ടൊന്നും എടുക്കണ്ട, അത് കുഴപ്പമില്ല എന്ന് നമ്മൾ പറയത്തില്ല, അതാണ് ഡോണ്ട് വറി, ദാറ്റ്സ് ഓക്കെ. അതല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നോ വറീസ്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഫോർമലായിട്ടുള്ളത് നമുക്ക് പറയാം, അപ്പോളജി അക്സെപ്റ്റഡ്, ഐ അക്സെപ്റ്റഡ് യുവർ അപ്പോളജി, അല്ലെങ്കിൽ അപ്പോളജി അക്സെപ്റ്റഡ്. നമുക്ക് പറയാം, ഓക്കെ ലെറ്റ്സ് ഫോർഗെറ്റ് ഓൾ അബൌട്ട് ഇറ്റ്. അതിനെപ്പറ്റിയുള്ള എല്ലാം നമുക്ക് മറന്നേക്കാം, അത് പ്രശ്നമില്ല എന്ന് നമ്മൾ പറയാറില്ല, അതാണ് ഓക്കെ, ലെറ്റ്സ് ജസ്റ്റ് ഫോർഗെറ്റ് ഓൾ അബൌട്ട് ഇറ്റ്. അതല്ലെങ്കിൽ നമ്മൾ പറയാം, ഞാൻ ഇപ്പം ചിന്തിക്കുക, ഒരാൾ നമ്മളോട് ക്ഷമ പറഞ്ഞപ്പം നമ്മൾ ചിന്തിക്കണം, ഞാൻ ചെയ്തതിൻ്റെ അകത്തും കുറച്ച് തെറ്റൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനും അവനോട് ക്ഷമ പറയണം. അപ്പം നമുക്കിങ്ങനെ പറയാം, ഐ ആം സോറി ടു. അപ്പോൾ ഈ ഇംഗ്ലീഷിൻ്റെ ഈ സെക്ഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു. നമുക്ക് വീണ്ടും ഒരു സെക്ഷനിൽ വീണ്ടും കാണാം.